പ്രതിച്ഛായ നമ്മുടെ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ മൂവിയാണ്. ആൻഡ് സിനിമ ഞാൻ ഇന്ന് പോയി കണ്ടു. ആൻഡ് എൻ്റെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഈ സിനിമയെ പറ്റി പറയണമെങ്കിൽ വളരെ മികച്ച പ്രകടനങ്ങൾ നിറഞ്ഞ ഒരു സിനിമയായിട്ടാണ് എനിക്ക് പ്രതിച്ഛായ ഫീൽ ചെയ്തത്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതിൽ അഭിനയിച്ച ഓരോ ആൾക്കാരുടെ പേര് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓബിയസ്ലി അതിപ്പോൾ നിവിൻ പോളി ആയിക്കോട്ടെ, ബാലചന്ദ്രൻ മേനോൻ, മണിയമ്പിള്ള രാജു, ഹരിശ്രീ അശോകൻ, ഷറഫുദ്ദീൻ, ആൻ അഗസ്റ്റിൻ, അങ്ങനെ കുറേ മികച്ച നടീനടന്മാർ അഭിനയിച്ച ഒരു സിനിമയാണ്. അതിൻ്റെ എല്ലാവരും അവർക്ക് കിട്ടിയ റോൾ നല്ല കിഡിലനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ടെക്നിക്കലി നല്ല മികച്ചു നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പ്രതിച്ഛായ. അതിപ്പോൾ കുറച്ച് അൺകൺവെൻഷണൽ ആയിട്ടുള്ള കുറച്ച് ക്യാമറ വർക്കും ടെക്നിക്സും അവർ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമകളിൽ കാണാത്തത് അത് നല്ല രസകരമായി തോന്നി. അതുപോലെ ലെൻസ് ഫ്ലെയർ അവർ ഉപയോഗിച്ച രീതിയും എനിക്ക് ഭയങ്കര രസമായി തോന്നി. ഈവൻ ദോ ചില സീൻസിലൊക്കെ കുറച്ച് ഓവർ ആവണ പോലെ തോന്നിയെങ്കിൽ പോലും മൊത്തത്തിൽ അതെനിക്കൊരു നല്ലൊരു സ്റ്റൈലിസ്റ്റിക് ചോയ്സ് ആയിട്ടാണ് ഫീൽ ചെയ്ത്. പിന്നെ അവിടെ ഇവിടെ കേട്ടൊക്കെ കുറച്ച് ഷോർട്സിൽ കുറച്ച് ക്ലാരിറ്റി കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തെങ്കിൽ പോലും മൊത്തത്തിൽ ടെക്നിക്കലി നല്ല മികച്ചു നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ മ്യൂസിക്കിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജസ്റ്റിൻ വർഗീസ് ആണ്, അടിപൊളി മ്യൂസിക് വർക്ക് തന്നെയായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ പോലും സത്യസന്ധമായി പറഞ്ഞാൽ ഒന്ന് രണ്ട് സീന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി പ്രതിച്ഛായ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോറിംഗ് പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലറായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ എടുത്തു പറയുന്നത് എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. ഈ സിനിമ ഞാനും എൻ്റെ ഫാമിലി ആയിട്ടാണ് പോയതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും എനിക്കും ഈ സിനിമ വർക്കായില്ല. അതേസമയം എൻ്റെ അച്ഛൻ ആക്ച്വലി ഈ സിനിമ ഞങ്ങൾ രണ്ടുപേരെക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടാം. ബട്ട് ഫോർ മീ പേഴ്സണലി എനിക്ക് ഈ സിനിമ ഒട്ടും വർക്കായില്ല. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഭാഗം വരെ ഞാൻ പിന്നെയും ഇരുന്ന് ഇങ്ങനെ കണ്ടെങ്കിൽ പോലും ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ എനിക്ക് ലാഗ് അടിക്കാൻ തുടങ്ങി. ആൻഡ് അങ്ങോട്ടേക്ക് സത്യം പറയാം എനിക്ക് ഈ പടം എപ്പോഴാണ് തീരുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ എത്തി. കാരണം ഒന്നാമതേ പടം ഭയങ്കര പ്ലെയിൻ ആൻഡ് ഫ്ലാറ്റ് ആയിട്ടാണ് പോകണം. അതിൻ്റെ മുകളിൽ 2.25 മണിക്കൂറും കൂടി ആയപ്പോൾ നന്നായി ലാഗ് അടിക്കാൻ എനിക്ക് തുടങ്ങി. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ. ഞാൻ അങ്ങനെ സിനിമ കാണുമ്പോൾ ഈ ഫോണിൽ ടൈം ചെക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ആളല്ല. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ ഞാൻ ഒരു 3-4 വട്ടം സമയം ചെക്ക് ചെയ്തു. ലൈക്ക് ഫസ്റ്റ് ടൈം ഞാൻ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ എത്തിയപ്പോഴേ ചെക്ക് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ പടം ഇനി ബാക്കി 15-20 മിനിറ്റ് ഉള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഫോൺ ചെക്ക് ചെയ്തത്. പക്ഷേ എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലായി പടം ഇനി 3/4 മണിക്കൂറുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി. ബിക്കോസ് എനിക്ക് സത്യം പറയാമല്ലോ സെക്കൻഡ് ഹാഫിൻ്റെ മിഡിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് അത്രയ്ക്കും ലാഗ് അടിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പടം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നായി. ബട്ട് അഗൈൻ ഇതൊക്കെ പറയുമ്പോൾ പോലും ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. കാരണം ഈ സിനിമ എനിക്ക് എന്നെക്കാട്ടിലും കൂടുതൽ എൻ്റെ അച്ഛൻ എൻജോയ് ചെയ്തു. അതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ ഈ സിനിമ എൻജോയബിളായി തോന്നാം. ബട്ട് ഫോർ മീ എനിക്ക് നല്ല നിരാശയായിരുന്നു. കാരണം ഈ സിനിമ ഒരു കിഡിലൻ സിനിമയാക്കുന്നു. അഥവാ ഒരു നിവിൻ പോളിയുടെ ഒരു മാസ് പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ ആക്കാമായിരുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ഒത്തില്ല. അഥവാ ഇമോഷണലി ഒരു രീതിയിലുള്ള കണക്ഷനോ ഒരു ഇമ്പാക്റ്റോ ഉണ്ടാക്കാതെ പോയ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ സിനിമയായിട്ട് മാറി പ്രതിച്ഛായ. ആൻഡ് ടു ബി ഓണസ്റ്റ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. എനിക്ക് സിനിമയെ പറ്റി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇറ്റ് വാസ് എ വെരി പ്ലെയിൻ ഫ്ലാറ്റ് ബോറിംഗ് പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ. 1-2 സീൻസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വളരെ ഫ്ലാറ്റായി പോയി. അതിൻ്റെ മുകളിൽ 2.25 മണിക്കൂറായപ്പോൾ നന്നായി ലാഗ് അടിക്കാനും തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഒരു പടം എനിക്ക് ഈ പടം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ട്രോൾ ചെയ്യാനോ റോസ്റ്റ് ചെയ്യാനോ ഒന്നും ഫീൽ ചെയ്യില്ല. ബിക്കോസ് ഇത് അങ്ങനത്തെ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇറ്റ്സ് എ വെരി ക്ലീൻ മൂവി. അഗൈൻ ടെക്നിക്കലി മികച്ച പ്രകടനങ്ങളുള്ള മികച്ച മ്യൂസിക് വർക്കുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്ലീൻ ആയിട്ടുള്ള ഒരു പടമാണെങ്കിൽ പോലും മൊത്തത്തിൽ അങ്ങോട്ട് ഒത്തില്ല. അറ്റ്ലീസ്റ്റ് ഫോർ മീ. അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഓൺ പ്രതിച്ഛായ. നിങ്ങൾ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷൻ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.